ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദുബായിലുള്ള ഫിഷ് മാർക്കറ്റിലാണ്. ഇവിടെ ഇൻഡോർ ഫിഷും ഉണ്ട്, ഔട്ട്ഡോർ ഫിഷസും ഉണ്ട്. ഇൻഡോർ ഫിഷിലാണ് ഞാൻ ആദ്യം പോയത്. എൻ്റെ മോനെ, അടിപൊളി ഫിഷസ് ആയിരുന്നു. കളർഫുൾ ഫിഷസും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ അലൗഡ് അല്ല. ഞാൻ എങ്ങനെയൊക്കെയോ സ്പീഡിനെടുത്ത് പോയതാണ്. പിന്നെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, വീഡിയോ എടുത്തോളാനൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സ്ട്രിക്റ്റ് ആയെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷാണുള്ളത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇൻഡോർ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഫിഷസ് ആയിരുന്നു. എല്ലാത്തിനെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഈ ഫിഷസ് ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ സീ ഫിഷ് മേടിക്കാനാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഇതിനെയൊക്കെ കാണുന്നത്. പിന്നെ കുറേ ഗോൾഡ് ഫിഷസും ഒക്കെ ഉണ്ട്, ക്രാബ്, അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു എന്തായാലും ഇതിനെയൊക്കെ കാണാൻ. പിന്നെ നമ്മൾ നേരെ പോയത് സീ ഫിഷിലായിട്ടാണ്. ഞാൻ ഇതുവരെ കാണാത്ത വലിയ വലിയ ഫിഷസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചിപ്പി, അങ്ങനെയുള്ള കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. ഇതിലിവിടുത്തെ കുറേ ഫിഷസിൻ്റെ പേര് എനിക്ക് അറിയത്ത് പോലും ഇല്ല. കാരണം കുറേ ഫിഷസ് ഉള്ളിലോട്ടുള്ള, അതായത് സീയുടെ ഉള്ളിലോട്ടുള്ള ഫിഷസാണ്. ചിപ്പി പോലുള്ള ഫിഷസാണ് കൂടുതലും. പിന്നെ കൊഞ്ചുണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആയിരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ ഇത് എന്താ ഫിഷാണ് എന്നൊക്കെ ഞാൻ നോക്കിയൊക്കെ അങ്ങ് നിന്ന് പോയി. അടിപൊളി ഫിഷസ് ആയിരുന്നു. അതേപോലെ തന്നെ ആ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഓർഡേഴ്സും ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വാരി വലിച്ചങ്ങ് ഇട്ടേക്കല്ലേ, ബട്ട് ഇവിടെ നല്ല ഓർഡറിന് അടുക്കിയാണ് വച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതേപോലെ തന്നെ എന്തോ കല്ല് പോലത്തുള്ള ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ചിപ്പി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ കണ്ടാൽ തന്നെ നമ്മൾ വാങ്ങിച്ചു പോകും. എന്തായാലും അതിൽ ഈ ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയതിൽ കൊഞ്ചാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. ഉൾക്കടലിലോട്ടുള്ള ഫിഷസാണ് അവിടെ കല്ല് പോലെയൊക്കെ എടുത്ത് വച്ചേക്കുന്നത്. എന്തായാലും അടിപൊളി ഫിഷസാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന ഫിഷസും ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ്. അവർ നമ്മൾ ചോദിച്ചാൽ തന്നെ കട്ട് ചെയ്തൊക്കെ തരും. പിന്നെ ആ ഒരു ഫിഷിനെ കണ്ടോ, അത് ഏത് ഫിഷാണെന്ന് കൂടിയിട്ട് എനിക്കറിയില്ല. എന്തായാലും അതിനെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കണവ, സ്റ്റാർ ഫിഷ്, അങ്ങനെ കുറേ ഫിഷസ് ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലുള്ള ഫിഷസ് ഒക്കെ ഇവിടെ ഉണ്ട്. കട്ട് ചെയ്ത് വച്ചേക്കുന്ന ഫിഷ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഞങ്ങളും കുറേ ഫിഷസ് മേടിച്ചു. കട്ട് ചെയ്യാത്തതും കട്ട് ചെയ്തതുമായിട്ടുള്ള കുറേ ഫിഷസ് മേടിച്ചു. എൻ്റെ അച്ഛനാണെങ്കിൽ ഈ ഫിഷസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്രേവിങ്സ് ആണ്. ബട്ട് എനിക്ക് അത്ര ഫിഷിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പിന്നെ യെല്ലോ കളറിൽ ഇതൊക്കെ ഉള്ള ഫിഷസൊക്കെ ഉണ്ട്. പിന്നെ ഓറഞ്ച്, ആകത്ത് ഓറഞ്ച് കളറുള്ള ഫിഷസ് അവിടെ കവറിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ, അങ്ങനത്തെ ഫിഷസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവർ ക്ലീൻ ചെയ്തൊന്നും തരത്തില്ലല്ലോ, ബട്ട് ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഫിഷസ് ക്ലീൻ ആൻഡ് ആക്കി അവർ തരും. കാരണം കുറച്ച് സമയം വെയിറ്റ് ചെയ്താലും മതി, നമുക്ക് ആ ഫിഷ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കിട്ടും ക്ലീൻ ആക്കിയിട്ട്. പിന്നെ ഇത് ഷാർക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും. അപ്പോൾ ഇത്രയും ഫിഷസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഞങ്ങൾ മേടിച്ചു. എന്തായാലും അടിപൊളി ഫിഷസ്. അതിനകത്ത് ഫുൾ തണുപ്പാണ്. അതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് നടന്ന് ഭയങ്കര ഇതായി. പിന്നെ ഇവിടെ ചിലരൊക്കെ നമുക്ക് പൊക്കിയൊക്കെ എടുത്ത് കാണിച്ചു തരും ഫിഷസ്. ആ ചേട്ടൻ പൊക്കി എടുക്കുന്നുണ്ടോ. ഇത് ഇൻഡോറിൽ അവർ ഗ്ലാസ്സിൽ ഇട്ടേക്കുന്നതാണ്. ഒരുപാട് ഫിഷസ് ഇൻഡോറിൽ അവർ ഗ്ലാസ്സിലിട്ട് വച്ചേക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെ എൻ്റെ പേര് കൂടി എനിക്ക് അറിയത്തില്ല. കണ്ടോ നിങ്ങൾ, നല്ല രസമുണ്ട് ഇതിനെയൊക്കെ കാണാനായിട്ട്. അവരെടുത്തൊക്കെ വച്ചേക്കുന്ന ഇതാണ് അപ്പോൾ ഫിഷ് മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതാണ് ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.